നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സോപാനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 15ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. രണരംഗ നൃത്താവിഷ്കാരവും പ്ലാവില നാടകാവതരണവും അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ആനയൂട്ടിന് ശേഷം നടന്ന തിരുവോണ പൂജയിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. അമ്മാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പ്രധാന പാതയോരങ്ങളിൽ ദിശാ ബോർഡുകൾ മറച്ചിരുന്ന കാടുകൾ വൃത്തിയാക്കിയായിരുന്നു ശ്രമദാനം. വാർത്തകൾ വിശദമായി. ചേർപ്പ് സോപാനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 15ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. രണരംഗ നൃത്താവിഷ്കാരവും പ്ലാവില നാടകാവതരണവും അരങ്ങേറി. ചേർപ്പ് സോപാനം ഡോക്ടർ CV കൃഷ്ണൻ ആൻഡ് നളിനി P കൃഷ്ണൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിനോദാധിഷ്ഠിത വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ 15ാം വാർഷിക പരിപാടിക്കാണ് തുടക്കമായത്. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഥകളിക്ക് പോലും ഇവിടെ ക്ലാസ് ആരംഭിക്കാൻ സജ്ജമായിരിക്കുകയാണ് സോപാനം. അപ്പോൾ നമ്മളെ സാംസ്കാരികമായി നമ്മുടെ പ്രദേശത്തെ ചേർപ്പിനെ 19ാം വാർഡിനെ പരിസര പ്രദേശങ്ങളെ സാംസ്കാരികമായി ഉന്നതിയിലെത്തിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചേർപ്പ് സോപാനത്തിന് നടക്കുന്നു. ഇത് കേട്ടറിഞ്ഞ് പഠിക്കാൻ വരുന്നവരെ 19ാം വാർഡ് മാത്രമല്ല, ചേർപ്പ് പഞ്ചായത്തിന് പുറത്ത് തൃശ്ശൂർ ജില്ലയിൽ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കുട്ടികളും മുതിർന്നവരും എത്തുന്നു എന്നതും സോപാനത്തിന് അഭിമാനിക്കാൻ വക നൽകുകയാണ്. ഇത്തരം എല്ലാമുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ദീർഘവീക്ഷണ കാഴ്ചപ്പാട് അത് ഡോക്ടർ CV കൃഷ്ണൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം കാക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ ഓരോന്നും പടിപടിയായി നടപ്പാക്കി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിന് എത്ര അഭിനന്ദിച്ചാലും അല്ലെ അതിനെ നമസ്കരിച്ചാലും മതി വരില്ല. വിവർത്തന സാഹിത്യകാരി രമ മേനോൻ മുഖ്യ അതിഥിയായി. വാടങ്കം ധന്യ സുനിൽ അധ്യക്ഷയായി. തുടർന്ന് യുദ്ധവിരുദ്ധതയും സമാധാനവും പ്രമേയമാക്കി രണരംഗ എന്ന നൃത്താവിഷ്കാരം അരങ്ങേറി. അജീഷ് ബാലകൃഷ്ണനായിരുന്നു നൃത്താവിഷ്കാരം സംവിധാനം ചെയ്തത്. വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് സോപാനം നാടക കലാവേദിയുടെ നാടകം പ്ലാവില അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ആനയൂട്ടിന് ശേഷം നടന്ന തിരുവോണ പൂജയിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെയോടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് കണ്ണന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ടും തിരുവോണ പൂജയും നടത്തി. പ്രത്യേക ഔഷധക്കൂട്ടിനൊപ്പം പഴങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ആനയൂട്ട്. ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമ്മാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പ്രധാന പാതയോരങ്ങളിൽ ദിശാബോർഡുകൾ മറച്ചിരുന്ന കാടുകൾ വൃത്തിയാക്കിയായിരുന്നു ശ്രമദാനം. ചേർപ്പ് പാലക്കൽ മുതൽ പള്ളിപ്പുറം വരെയുള്ള പ്രധാന പാതയോരത്താണ് മാർക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ നടത്തിയത്. പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡുകൾ ഭൂരിഭാഗവും മരക്കൊമ്പുകളും പടർന്നുകയറിയ വള്ളിപ്പടർപ്പുകളാലും മറഞ്ഞ നിലയിലായിരുന്നു. ഇതൊഴിവാക്കി വാഹനയാത്രികർക്ക് സഹായകരമാകും വിധം ദിശാസൂചക ബോർഡുകൾ കാഴ്ചയിൽ വ്യക്തമാക്കാനുള്ള ശ്രമദാന പ്രവർത്തനങ്ങൾക്കായി അമ്മാടം മാർക്ക് ക്ലബ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. ക്ലബ്ബ് പ്രസിഡന്റ് PL വർഗീസ് ശ്രമദാന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു.
ഷാജി പോൾ, എ ബാബു, സനീഷ്, അനിൽകുമാർ, സുധീരൻ, OD ജോണി, PA ജോഷി എന്നിവർ ശ്രമദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ലബിലെ 20ഓളം പ്രവർത്തകർ ശ്രമദാനത്തിൽ പങ്കാളികളായി. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ ഭഗവതി സേവയും ലളിതാ സഹസ്രനാമ അർച്ചനയും ഭക്തിസാന്ദ്രമായി. വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതിയെയും അഗ്നിദേവനെയും പത്മമിട്ട് ആവാഹിച്ചിരുത്തി നടത്തിയ മഹാഹോമത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ 5:30 ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാളികേരം, എള്ള്, നെയ്യ്, ഗണപതി നാരങ്ങ, കരിമ്പ്, ശർക്കര, അവിൽ, മലർ എന്നീ അഷ്ടദ്രവ്യങ്ങളാണ് മഹാഗണപതി ഹോമത്തിനായി ഉപയോഗിച്ചത്. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ വിശേഷാൽ ഭഗവതി സേവയ്ക്കും തുടക്കമായി. വലിയമ്പലത്തിൽ അഷ്ടദള പത്മമിട്ട് പീഠം വെച്ച് അതിൽ അന്നപൂർണേശ്വരിയെയും അഭീഷ്ട വരദയുമായ ആദിപരാശക്തിയെയും ആവാഹിച്ചാണ് വിശേഷാൽ ഭഗവതി സേവ തുടങ്ങിയത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയും നടന്നു. നിരവധി ഭക്തരാണ് ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയിൽ പങ്കെടുത്തത്. ആദിപരാശക്തിയും ത്രിപുര സുന്ദരിയുമായ ജഗദംബയുടെ 1000 നാമങ്ങൾ തന്ത്രി ചൊല്ലി കൊടുത്തത് ഉരുവിട്ട ഭക്തർ നിലവിളക്കിലേക്ക് സ്വയം അർച്ചന നൽകി. ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയിൽ പങ്കെടുത്ത ഭക്തർക്ക് സർവ്വദോഷങ്ങളും നീങ്ങി സമസ്ത ഐശ്വര്യങ്ങളും കൈവരുമെന്നതാണ് വിശ്വാസം. ഐക്കുന്ന് ശങ്കരമംഗലം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് E. ശ്രീകുമാർ, രവി കൊട്ടുങ്ങൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വല്ലച്ചിറയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും CPM നേതാവുമായിരുന്ന KW കേശവൻ ഇളയതിന്റെ ത്യാഗോജ്വലമായ ജീവിത പോരാട്ടം അടയാളപ്പെടുത്തുന്ന ജീവിതകഥ പുസ്തക രൂപത്തിൽ പുറത്തിറക്കി. KW കേശവൻ ഇളയത് എന്ന ഇളയത് മാസ്റ്ററിന്റെ മകൻ KK മുരളീധരനാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥ എന്ന പേരിൽ പുസ്തകമൊരുക്കിയത്. CPM വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റിയാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥ എന്ന പുസ്തകം നാടിനായി സമർപ്പിക്കാനുള്ള ദൗത്യം യാഥാർത്ഥ്യമാക്കിയത്. സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭരണഘടനയും ജനാധിപത്യം തന്നെയും വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് യുവതലമുറയ്ക്ക് ഏറെ മാർഗദർശമാകുന്നതാണ് ഇളയത് മാസ്റ്ററുടെ ജീവിതകഥ പുസ്തക രൂപമാകുന്നത്. KK രാമചന്ദ്രൻ MLA പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. PR വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി. P. ചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ TG രവി പുസ്തകം പരിചയപ്പെടുത്തി. CPM ചെർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, OS സുബീഷ്, PS ചന്ദ്രൻ, ഉഷ നങ്ങ്യാർ, സോഫി ഫ്രാൻസിസ്, NT സജീവൻ, ഡോക്ടർ ഉഷ റാണി, K. രവീന്ദ്രനാഥ്, KK മുരളീധരൻ, CP ദാസൻ എന്നിവർ സംസാരിച്ചു. അടിമത്തവും ഉച്ചനീചത്വങ്ങളും ഒരു കാലഘട്ടത്തെ വീറുറ്റ സമര പോരാട്ടങ്ങളിലൂടെ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന്റെ പാഠപുസ്തകവുമായാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതകഥയെന്ന ഈ പുസ്തകം. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവങ്ങളേകാൻ യൂണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ ചൊവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വൈവിധ്യമാർന്ന മേക്കപ്പാണ് ചൊവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ച യൂണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന സ്ഥാപനം സൗന്ദര്യ സങ്കല്പങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ചർച്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കുടുംബാംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്രൈഡൽ മേക്കപ്പ്, ബ്രൈഡൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ, ഗ്രൂം മേക്കപ്പ്, ഗ്രൂം സ്കിൻ ആൻഡ് ഹെയർ കെയർ, എയർ ബ്രഷ് മേക്കപ്പ്, ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, സ്കിൻ ടോൺ മേക്കപ്പ്, HD വാട്ടർ പ്രൂഫ് മേക്കപ്പ്, ഫേഷ്യൽ, ഹെയർ കട്ട്, ഹെയർ കളറിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ, ഹെയർ ട്രീറ്റ്മെന്റ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ തുടങ്ങി എല്ലാവിധ മേക്കപ്പുകളും യൂണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോയിൽ ലഭ്യമാണ്. യൂണിസെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ, ചർച്ച് റോഡ്, ചൊവ്വൂർ. കൂടുതൽ വിവരങ്ങൾക്ക് 7736527797 അല്ലെങ്കിൽ 7736827998 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തൃശൂർ തൈക്കാട്ട് മൂസ് വക SNA ഔഷധശാലയുടെയും ജീവനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കടക സൗജന്യ ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം നടത്തി.
ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്നതിനുള്ള ജീവനുടെ ഉദ്യമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സൗജന്യ ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം. ജീവനയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ 1000 കുടുംബങ്ങൾക്കാണ് സൗജന്യമായി കർക്കടക ഔഷധ കഞ്ഞിക്കൂട്ട് നൽകിയത്. കെ രാമചന്ദ്രൻ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവനി പ്രസിഡന്റ് KV അഷ്ടമൂർത്തി അധ്യക്ഷനായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് മുഖ്യ പ്രഭാഷണം നടത്തി. ജീവനി മാനേജിംഗ് ട്രസ്റ്റി M രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് M ചന്ദ്രശേഖരൻ, സെക്രട്ടറി A പത്മനാഭൻ, ട്രഷറർ M സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് K സുജേഷ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, സന്ധ്യാകുട്ടൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ശ്രുതി ശിവപ്രസാദ്, സ്മൃതി S മേനോൻ എന്നിവർ സംസാരിച്ചു. KV അഷ്ടമൂർത്തി പ്രസിഡന്റും A പത്മനാഭൻ സെക്രട്ടറിയും, M സോമസുന്ദരൻ ട്രഷററും, M ചന്ദ്രശേഖരൻ വൈസ് പ്രസിഡന്റും, സുനിൽ P മേനോൻ ജോയിന്റ് സെക്രട്ടറിയും, M രാജേന്ദ്രൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജീവനി ഭരണസമിതിയാണ് കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്യുന്നത് നേതൃത്വം നൽകിയത്. നവരയരി, ചെറുപുന്നയരി, കൊത്തമ്പാലയരി, കുടകപ്പാലരി, വിഴാലരി, കാർക്കോകിലരി, ഏലത്തരി, ജീരകം, മല്ലി, പെരുംജീരകം, ഉലുവ, ആശാളി, തിപ്പലി, കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകിൻ വേര്, ചുക്ക്, കൊടുവേലി, അയമോദകം, ഇന്ദുപ്പ്, ചെറുള, ദേവദാരം എന്നിവയുടെ കൂട്ടാണ് ജീവനയുടെ കർക്കടക ഔഷധ കഞ്ഞിക്കൂട്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മതിലകം പൂവത്തുംകടവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധ സമരം. കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഉപരോധ സമരവുമായി രംഗത്തെത്തിയത്. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മതിലകം പൂവത്തുംകടവ് മതിൽമൂല കളത്തേരി മേഖലയിൽ സ്ഥിരമായി കുടിവെള്ളം എത്തിക്കണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വാർഡിലെ തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കുക, പൂവത്തുംകടവ് വാർഡിൽ നിന്ന് കനോലി കനാലിലേക്കുള്ള അനുബന്ധ കാനകൾ ദേശീയപാത മറികടന്നു പോകാൻ കൃത്യമായ സംവിധാനവും ജലനിരപ്പിന്റെ കൃത്യതയും കണ്ടെത്തുക, പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചിരുന്നു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് MH ഷറഫു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TS ശശി മുഖ്യ അതിഥിയായി. OA ജെൻഡറിൻ, PR രാജേഷ്, ES നിയാസ്, VK ഷൺമുഖൻ, സിന്ധു രവീന്ദ്രൻ, OS ഷരീഫ്, ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത്, TK വിശ്വനാഥൻ, PR രജനീഷ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 പൂവത്തുംകടവ് മേഖലയിൽ സർവീസ് റോഡ് വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന പഠന റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചു. തുടർന്നുള്ള ഇടപെടലിനായി റിപ്പോർട്ടിന്റെ പകർപ്പ് സംസ്ഥാന സർക്കാർ, MP, MLA എന്നിവർക്ക് സമർപ്പിക്കാനായി സമരക്കാർ ഒപ്പുശേഖരണവും നടത്തി. ചാഴൂർ CP രാഘവൻ സ്മാരക സാംസ്കാരിക വേദി മന്ദിരവും കോഴിപ്പറമ്പിൽ രാമു സ്മാരക ഹാളും പ്രവർത്തന സജ്ജമായി. ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന CP രാഘവന്റെ സ്മരണയിൽ തീർത്ത മന്ദിരം ഏറെ ആഘോഷത്തോടെയാണ് നാടിനായി സമർപ്പിച്ചത്. അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ PM അബ്ദുൾ അസീസ് സ്മാരക മന്ദിരവും ഹാളും ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മാറ്റിയതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഇങ്ങനൊരു കലാ സാംസ്കാരിക നമുക്ക് എന്തിനാണെന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എല്ലാം മൊബൈൽ ഫോണാണ്. ഒരു വീട്ടിൽ തന്നെ അങ്ങോട്ട് രണ്ട് കുട്ടികൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെ തിരിച്ചറിയുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു കലാകേന്ദ്രത്തിൽ വരികയാണെങ്കിൽ വളരെയധികം ആൾക്കാർക്ക് സംസാരിക്കാനും ആശയങ്ങൾ പങ്കിടാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഇത് വളരെ വളരെ നല്ലൊരു സംരംഭമാണ്. ആ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. സാംസ്കാരിക വേദി പ്രസിഡന്റ് CK രാജൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി PA ദേവിദാസ്, ട്രഷറർ NN ജോഷി, CA ദാസൻ, NK സുധീരൻ, CK ചാക്കൂരു, ലതീഷ് മേനോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. BJP പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്തോഷ് ബലിദാൻ ദിനാചരണം നടത്തി. ബലിദാൻ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് ഞാറ്റുകെട്ടി അധ്യക്ഷനായി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, ജനറൽ സെക്രട്ടറി KB അജയ് ഘോഷ്,
മണ്ഡലം പ്രഭാരി KR വിദ്യാസാഗർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, TS പ്രകാശൻ, KA മനോജ്, സുരേഷ് പള്ളത്ത്, നിശാന്ത് ഈരക്കോട്ട്, BJP പെരിന്തനം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാൻ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് ഞാറ്റുകെട്ടി അധ്യക്ഷനായി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം പ്രസിഡന്റ് കാർത്തിക സജയ്, ജനറൽ സെക്രട്ടറി KB അജയഘോഷ്, മണ്ഡലം പ്രഭാരി KR വിദ്യാസാഗർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, TS പ്രകാശൻ, KA മനോജ്, സുരേഷ് പള്ളത്ത്, നിശാന്ത് ഈരക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. CPM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. വിവിധ ഇനം പച്ചക്കറി തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് സംയോജിത കൃഷി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആദ്യം വിഷരഹിത പച്ചക്കറി എന്ന പേരിലായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് അത് കുറെ കൂടി വിപുലപ്പെടുത്തി സംയോജിത കൃഷി എന്ന രൂപത്തിലേക്ക് എല്ലാ മേഖലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിപുലമായ കാർഷിക മേഖലയിലെ ഇടപെടലിനാണ് പാർട്ടി തീരുമാനിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നടത്തുന്നതല്ല. ഇപ്പോൾ നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി നടുന്നതും അതുപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ സമൂഹത്തിൽ അത് വലിയ ചലനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ അത് മാർഗദർശനമായി അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TN അജയകുമാർ, MK ഫൽഗുണൻ, TS ശ്രീരാജ്, ഐഷാബി മുഹമ്മദ്, രതി സുനിൽ, CA വത്സൻ, KC സുധീഷ്, MM നൌഷാദ്, സിനിത വത്സൻ, TM വിശ്വംഭരൻ, ജീഷ്മ സുനിൽ എന്നിവർ സംസാരിച്ചു. സംയോജിത കൃഷിയുടെ ഭാഗമായി 50 കുടുംബങ്ങൾക്കാണ് വിവിധ ഇനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9445 രൂപ, പവന് 75,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സോപാനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 15ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. രണരംഗ നൃത്താവിഷ്കാരവും പ്ലാവില നാടക അവതരണവും അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ആനയൂട്ടിനു ശേഷം നടന്ന തിരുവോണ പൂജയിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. അമ്മാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പ്രധാന പാതയോരങ്ങളിൽ ദിശാ ബോർഡുകൾ മറച്ചിരുന്ന കാർഡുകൾ വൃത്തിയാക്കിയായിരുന്നു ശ്രമദാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.